മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ഏലിയ സ്ലീവ മൂശ കാല സമുച്ചയത്തിലെ മൂശ കാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഞായറാഴ്ചത്തെ ഒന്നാം വായന എടുത്തിരിക്കുന്നത് നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. നമുക്കറിയാം, നിയമാവർത്തന പുസ്തകം മോശെ ആദ്യത്തെ 4 പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന പുസ്തകമാണ് നിയമാവർത്തന പുസ്തകം. ഏലിയ സ്ലീവ മൂശ കാലങ്ങളിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. പൂർവ്വപിതാക്കന്മാരിൽ, ഇസ്രായേൽ നേതാക്കന്മാരിൽ, പ്രവാചകന്മാരിൽ പ്രമുഖനാണ് മോശെ. മോശയുടെ നേതൃത്വത്തിലാണ് ദൈവജനത്തെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോചിപ്പിക്കുന്നതും കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും. മോശയ്ക്കാണ് ദൈവം 10 കൽപ്പനകൾ നൽകിയത്. അപ്പോൾ മോശ ഈ നിയമാവർത്തന പുസ്തകത്തിൽ ചെയ്യുന്നത്, തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ താൻ ചെയ്തതും തനിക്ക് ദൈവം വെളിപ്പെടുത്തിയതും പറഞ്ഞതുമായ കാര്യങ്ങൾ ജനങ്ങളോട് വീണ്ടും പറയുകയാണ്, ആവർത്തിക്കുകയാണ്. അവരെ വീണ്ടും വീണ്ടും ദൈവം ചെയ്ത വൻ കാര്യങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് കൽപ്പനകൾ അനുസരിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. ഏലിയ സ്ലീവ മൂശ കാലത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നിയമത്തിന്റെ പ്രതിനിധിയായി മോശയും പ്രവാചകന്മാരുടെ പ്രതിനിധിയായി ഏലിയായും നമ്മെ ദൈവവചനത്തെയും ദൈവം നമുക്കായി ചെയ്ത വൻ കാര്യങ്ങളെയും ദൈവകൽപ്പനകളെയും ദൈവവുമായുള്ള ഉടമ്പടിയെയും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമുക്ക് 3 പ്രധാന സന്ദേശങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തേത്, ദൈവമായ കർത്താവിനെ നാം സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യണം. അതിനുള്ള കാരണങ്ങളായാണ് മറ്റ് 2 പ്രായോഗിക സന്ദേശങ്ങൾ ഈ വചനപാഠത്തിൽ നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യണം? അതിനൊന്നാമത്തെ കാരണം, ദൈവം നമുക്കായി ചെയ്ത വൻ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് ദൈവത്തിനോട് പ്രതിനന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും ചെയ്യണം. ഒന്നാമത്തെ വായനയിൽ ഈ വൻ കാര്യങ്ങളെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായി, എന്നാൽ വളരെ പൂർണ്ണമായ രൂപത്തിൽ, സംക്ഷിപ്തമെങ്കിലും പൂർണ്ണമാണ് ആ രൂപം, പ്രതിപാദിച്ചിരിക്കുകയാണ്. രണ്ടാമതായിട്ട്, വാഗ്ദാനം ചെയ്യപ്പെട്ട ദേശം സ്വന്തമാക്കുന്നതിന് ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യണം. ഏലിയ സ്ലീവ മൂശ കാലത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു ചിന്താധാരയാണ് അന്ത്യവിധിയും മരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. പുതിയ നിയമ ജനതയ്ക്ക് സ്വന്തമാക്കാനുള്ളത് സ്വർഗരാജ്യമാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് സ്വർഗരാജ്യമാണ്. പഴയ നിയമ ജനതയ്ക്ക് കാനാൻ ദേശം ആയിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ, തേനും പാലും ഒഴുകുന്ന ദേശമായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ, പുതിയ നിയമ ജനതയുടെ ലക്ഷ്യം സ്വർഗരാജ്യമാണ്. ആ ലക്ഷ്യം നമ്മുടെ മുൻപിൽ ഉണ്ടാകുമ്പോൾ നാം തീർച്ചയായും ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യും. നാം എപ്പോഴൊക്കെയാണോ ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്കും ലോകത്തിന്റെ സുഖഭോഗങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കുമായിട്ട് മാറുന്നു, അതേ സമയത്ത് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് പിന്മാറും, വ്യതിചലിക്കും, ഒപ്പം തന്നെ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിൽ നിന്നും. ഇന്നത്തെ 2-ാം വായന 1-ാം വായനയോടുകൂടി കൂട്ടി വായിക്കേണ്ട ഒരു വചനപാഠമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ വചനപാഠത്തിന്റെ പ്രധാനമായിട്ടുള്ള സന്ദേശം അതുല്യനായ ദൈവത്തെ വർണ്ണിക്കുന്ന ഒരു വചനഭാഗം എന്നുള്ളതാണ്. ദൈവത്തെ നമുക്ക് വർണ്ണിക്കുക സാധ്യമല്ല. അപ്പോൾ ഇത് കൂട്ടി വായിക്കേണ്ടത് ഇപ്രകാരമാണ്: ആരാണ് നിസ്സാരനായ മനുഷ്യന് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തു തന്നത്? അത് മഹാനായ സർവശക്തനായ നമ്മുടെ വിചാരത്തിനും വർണ്ണനയ്ക്കും അപ്പുറത്തുള്ള ഒരു ദൈവമാണ് നമുക്ക് ഈ വൻ കാര്യങ്ങൾ ചെയ്തു തന്നത്. പകൽ
മേഘസ്തംഭമായും രാത്രിയിൽ ദീപസ്തംഭമായും അവരോട് കൂടെ നടന്ന് ചെങ്കടൽ പിളർന്ന് അവരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച് ഈജിപ്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അങ്ങനെ മന്ന കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് അതുപോലെ അവരെ പരിപാലിച്ച ആ ദൈവത്തിന്റെ സ്വഭാവത്തെ വർണ്ണിക്കുന്നതാണ് രണ്ടാമത്തെ വായന. ആ ദൈവത്തോടുള്ള നന്ദി പ്രകാശനമാണ് നമ്മുടെ കൽപ്പനകളുടെ പാലനവും ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതും. അതുപോലെ തന്നെ ഈ ദൈവത്തിന്റെ ആ രാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ ഇത്രയും വലിയ മഹാനായ വർണ്ണനയ്ക്ക് അപ്പുറത്തുള്ള ആ ദൈവത്തിൽ ചേർക്കുക, ഒന്നായി ചേരുക എന്നുള്ളതാണ് സ്വർഗരാജ്യത്തിന്റെ ലക്ഷ്യം. ദൈവത്തിൽ എത്തിച്ചേരുക, ദൈവമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്ന, ആ ആശയത്തെ കൂടുതൽ കൂടുതൽ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്ന വചനപാഠമാണ് യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 12 മുതൽ 17 വരെ ഉള്ള വാക്യങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള രണ്ടാം വായന. മൂന്നാം വായനയാകട്ടെ മിശിഹായെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യത്തെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ്ലീഹ പറയുന്നു, ഞങ്ങൾ മിശിഹായെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം കൊണ്ട് നിറഞ്ഞ് ആ സൗരഭ്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തു എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും വിളി. നമ്മൾ മാമോദീസായുടെ സമയത്ത്, തൈലലേപനത്തിന്റെ സമയത്ത് നമ്മളെ സുഗന്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മൾ മിശിഹ ആകുന്ന സൗരഭ്യത്താൽ, പരിശുദ്ധാത്മാവാകുന്ന തൈലത്താൽ നമ്മൾ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. നമ്മൾ അഭിഷിക്തരാണ്, നമ്മൾ മിശിഹ ആണ്. മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ്. അപ്പോൾ മിശിഹ ആകുന്ന ആ ജ്ഞാനത്തെക്കുറിച്ചുള്ള സൗരഭ്യം നമ്മൾ വഹിക്കുന്നവരാകണം. നമ്മൾ ഒരു അറിവാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. അതൊരു പൊതുതത്വമാണ്. നമുക്ക് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകുമ്പോൾ നാം അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിത്തീരും. അല്ലെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗ് അറിയാമെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗ് അനുസരിച്ച്, ആ വിദ്യ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകും. നമുക്കതുപോലെ തന്നെ കൃഷി കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു. അതുപോലെ ഈശോയെ കുറിച്ചുള്ള അറിവാണ് ഈശോ നമ്മിൽ രൂപീകൃതമാക്കുവാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. ഈശോയെക്കുറിച്ച് നാം അറിയുക വചനത്തിൽ നിന്നാണ്, തിരുസഭയുടെ പ്രബോധനങ്ങളിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ വചന വായനയും ധ്യാനവും പഠനവും ഈശോയെക്കുറിച്ചുള്ള അറിവിൽ വളരുന്നതിന് നമ്മെ സഹായിക്കും. ഒപ്പം ഈശോയെ അനുഭവിച്ചറിയുന്നതിന് വ്യക്തിപരമായ പ്രാർത്ഥന നമ്മേറെ സഹായിക്കുമെന്ന് മാത്രമല്ല, അത് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തോടു കൂടിയുള്ള അർപ്പണത്തിന് നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യും. ആകയാൽ ഈശോയെ അറിഞ്ഞ്, ഈശോയുടെ സൗരഭ്യത്താൽ നിറഞ്ഞ് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ആഹ്വാനം നമുക്ക് സ്വന്തമാക്കാം. കാരണം അത് നമ്മെ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുന്നവർക്കാണ് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ സാധിക്കുക. ഇന്നത്തെ സുവിശേഷ വായന നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഉപമയാണ്. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ ചിന്ത വീണ്ടും തിരുസഭ നമ്മിലേക്ക് നൽകുകയാണ്. എന്താണ് ഈ ചിന്തയിൽ പറഞ്ഞിരിക്കുന്നത്? ഇതിലെ ഒരു നമ്മുടെ തോട്ടത്തിന്റെ ഉടമസ്ഥൻ ദിവസത്തിന്റെ പല യാമങ്ങളിൽ, 9-ാം യാമത്തില്, 12-ാം യാമത്തില്, 3-ാം യാമത്തിൽ, അങ്ങനെ 3 യാമങ്ങളിലും, എന്ന് വെച്ചാൽ രാവിലെ 9 മണിക്ക്, 12 മണിക്ക്, വൈകിട്ട് 3 മണിക്ക് ആളുകളെ അന്വേഷിച്ച്, ജോലിക്കാരെ അന്വേഷിച്ച് പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ കവലയിലേക്ക് പോവുകയാണ്. അവിടെ നിന്നിരുന്ന ആളുകൾ, ജോലിയില്ലാത്തവർക്ക് അദ്ദേഹം തന്റെ തോട്ടത്തിൽ ജോലി കൊടുക്കുന്നു. എന്നാൽ കൂലി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം, ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ കൂലി കൊടുക്കുന്നത് എല്ലാവർക്കും തുല്യമായാണ്. രാവിലെ 9 മണിക്ക് വന്നവർക്കും, ഉച്ചയ്ക്ക് 12 മണിക്ക് വന്നവർക്കും, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് വന്നവർക്കും ഒരേ ഒരു ധനാറയാണ് അദ്ദേഹം കൂലിയായി നൽകുന്നത്. അദ്ദേഹം വാഗ്ദാനം ചെയ്തതും ഒരു ധനാറയായിരുന്നു. സമയം അദ്ദേഹം നോക്കുന്നില്ല. തീർച്ചയായും ഇവിടെ ഒരു സ്വാഭാവികമായ അനീതിയുണ്ട്. എന്നാൽ അദ്ദേഹം അത് വകവയ്ക്കുന്നില്ല. സ്വാഭാവികമായ അനീതി അദ്ദേഹം വകവയ്ക്കുന്നില്ല. മറിച്ച് തൻ്റെ സ്വത്തെടുത്ത്, തൻ്റെ സമ്പത്തെടുത്ത്
എല്ലാവർക്കും അദ്ദേഹം തുല്യമായി വിഭജിച്ച് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വിരൽ ചൂണ്ടുന്നത് സ്വർഗ രാജ്യത്തെ കുറിച്ചുള്ള ഒരു ചിന്തയാണ്. സ്വർഗത്തിൽ നമുക്ക് നൽകപ്പെടുക ഒരേ ഒരു സ്വർഗരാജ്യമാണ്. എപ്പോഴാണ് നമ്മൾ മാനസാന്തരപ്പെട്ടത് എന്നുള്ളതല്ല പ്രധാനം, മറിച്ച് നമ്മൾ മാനസാന്തരപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനം. എന്ന് മാനസാന്തരപ്പെട്ടു എന്നുള്ളതല്ല, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നവീകരണം വരുത്തി എന്നുള്ളതല്ല, മറിച്ച് നമ്മിൽ ഒരു മനപരിവർത്തനമുണ്ടായി നമ്മൾ ജീവിതത്തിൽ മാറ്റം വരുത്തി എന്നുള്ളതാണ് പ്രധാനം. അത് ആദ്യത്തിലാകാം, അവസാനത്തിലാകാം, ഇടയ്ക്കാകാം, നീണ്ട ഒരു കാലഘട്ടത്തേക്കാകാം. ഇതെല്ലാം അപ്രധാനമാണ്. നമ്മൾ വിശ്വസ്തരായി ജീവിച്ചുവോ, വിശുദ്ധിയിൽ ജീവിച്ചുവോ, അത് ആണ് കർത്താവ് എപ്പോഴും നോക്കുന്ന കാര്യം. അപ്പോൾ ചിലർ വിചാരിച്ചേക്കാം, ഒരു വലിയ ആധ്യാത്മിക അപകടം ഇങ്ങനെ പറയുമ്പോൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് നാൾ കൂടെ കഴിഞ്ഞ് മാനസാന്തരപ്പെട്ടുകൊള്ളാം, കുറച്ച് പ്രായം കൂടിയും കഴിഞ്ഞ് ഞാൻ മാനസാന്തരപ്പെട്ടുകൊള്ളാം. എന്നാൽ പ്രിയപ്പെട്ടവർ, നമുക്ക് അറിഞ്ഞുകൂടാ മരണം ഏത് സമയത്താണ്, എന്നാണ് നമ്മെ വിളിക്കുന്നതെന്ന്. മാനസാന്തരം നമ്മൾ നീട്ടിവെച്ചുകൂടാ. ആദ്യത്തെയും ഉച്ചത്തെയും രാത്രിയിലെ യാമങ്ങളിൽ എല്ലാവർക്കും ഒരേ പ്രതിസമ്മാനമാണ് ദൈവം നൽകുന്നതെങ്കിലും നമുക്ക് ഏത് സമയത്താണ് നമ്മെ വിളിക്കാൻ കർത്താവ് വരുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കണം. മരണത്തെ എപ്പോഴും മുന്നിൽ കാണണം. അതാണ് ഈ ഏലിയാ ശ്ലീഹ മൂശ കാലഘട്ടത്തിലെ ഒരു പ്രധാന ചിന്ത. നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരേ സമ്മാനമാണെങ്കിലും നമ്മളെ എപ്പോഴാണ് കർത്താവ് തിരിച്ചു വിളിക്കുന്നത് എന്ന് നമുക്കറിയില്ലാത്തത് കൊണ്ട് എപ്പോഴും നമ്മൾ മരണത്തിന് ഒരുങ്ങി ഇരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവിനായിട്ട് ഒരുങ്ങാം, നമ്മുടെ മരണത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അങ്ങനെ നമ്മൾ കൂടുതൽ തീക്ഷ്ണതയുള്ളവരായി, കൂടുതൽ വിശുദ്ധിയുള്ളവരായി, കൂടുതൽ വിശ്വസ്തരായി, കൂടുതൽ ആത്മാർത്ഥതയോടുകൂടെ കർത്തൃ ശുശ്രൂഷ നിർവഹിക്കുന്നതിനും ദൈവസ്നേഹത്തിലും ദൈവകൽപ്പനകളുടെ പാലനത്തിലും വളരുന്നതിനും ഇടയായിത്തീരും. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ദേവമിത്രയച്ഛൻ.